നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ UDF യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കവും സർക്കാരിനെതിരായ സമരപരിപാടികളുമാണ് യോഗത്തിന്റെ മുഖ്യ അജണ്ട. കോൺഗ്രസിനുള്ളിലെ അനൈക്യം മുസ്ലിം ലീഗ് അംഗങ്ങൾ യോഗത്തിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. തരൂർ വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും ഘടകകക്ഷികൾ ആവശ്യമുന്നയിച്ചേക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനവും യോഗത്തിൽ ചർച്ച ചെയ്യും. വാർത്തയുടെ വിശദാംശങ്ങളും വിശകലനങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നുണ്ട്. മുഹമ്മദ് അസ്ലമുണ്ട്, KR സാജു ഉണ്ട്, ഒപ്പം ചേരുന്നു. ആദ്യം സിജോയിലേക്ക്. സിജോ, എപ്പോഴാണ് യോഗം ആരംഭിക്കുന്നത്? എന്തൊക്കെയായിരിക്കും പ്രധാന അജണ്ട? യോഗം 10:30-ക്കാണ് ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ യോഗ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മാണി സി കാപ്പൻ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ നേതാക്കൾ എത്തുകയും ചെയ്യും. എന്നാലും പ്രധാനപ്പെട്ട അജണ്ടകൾ എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങൾ, എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം, അതിൻ്റെ തുടർ നടപടികൾ എങ്ങനെ കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണുള്ളത്. അതിനുള്ള ഒരുക്കങ്ങൾ ആദ്യം മുതലേ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു വിലയിരുത്തൽ കൂടി ഉണ്ടാകും. ഇനി ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിലുണ്ടാകും. മറ്റു പ്രധാനപ്പെട്ട കാര്യം സമരമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആശാവർക്കർമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അത് UDF കൂടി അതിൽ പങ്കാളിയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ സമരമൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയുണ്ടാകും. എന്തായാലും വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു യോഗമാണ്. അതുകൊണ്ട് വിശാലമായ ഒരു ചർച്ചകൾ തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ PV അൻവറിൻ്റെ TMCയുടെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം TMC ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു കാര്യമാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ കോൺഗ്രസിലെയും തർക്കങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയ്ക്ക് എത്തുമെന്നുള്ള കാര്യമാണുള്ളത്. ലീഗ് എന്തായാലും കടുത്ത അതൃപ്തിയിൽ തന്നെയാണുള്ളത്. ഹൈക്കമാൻഡിനെ ഉൾപ്പെടെ നേരിട്ട് സമീപിക്കാനുള്ള നീക്കത്തിലേക്ക് ലീഗ് കടക്കുകയും ചെയ്യുന്നുണ്ട്. നേതാക്കളുടെ ഐക്യത്തോടെ മുന്നോട്ട് പോകണം എന്നൊരു അഭിപ്രായമാണ് ലീഗിനുള്ളത്. ഒരുപക്ഷെ ഈ യോഗത്തിൽ അവരത് ഉന്നയിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. തരൂരിൻ്റെ വിഷയവും, തരൂർ ഏതാനും ദിവസങ്ങളായി നേതൃത്വത്തിനെ തുറന്നടിച്ച സമീപനമായി മുന്നോട്ട് പോവുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാനാവില്ല. തരൂരിനെ കൂടി ഒപ്പം നിർത്തി മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം തന്നെയായിരിക്കും അവർ ഉന്നയിക്കാൻ സാധ്യത. അങ്ങനെ ലീഗും അതോടൊപ്പം തന്നെ മറ്റ് ഘടകകക്ഷികളൊക്കെ ഈ വിഷയം ഉന്നയിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്.